എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. 2 മണിക്കൂർ സമയമുണ്ട് നമുക്ക്. ഇതാണ് നമ്മുടെ സൈക്കിൾ വരുന്നത്. നോർമൽ MTB സൈക്കിളാണ് വരുന്നത്. ഈ സൈക്കിളും ഉപയോഗിച്ചുകൊണ്ട് വെക്കേഷനാണ് ഈ സമയം. പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ കൊണ്ട് എത്ര രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റും ഗൈസ്. ഈ സൈക്കിൾ വെറും എൻ്റെ കയ്യിലുള്ള സൈക്കിൾ വെച്ച് നമ്മളിന്ന് സൊമാറ്റോ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 2 മണിക്കൂർ എത്ര ഡെലിവറി ചെയ്യാൻ പറ്റും, എത്ര രൂപ കിട്ടും എന്ന് നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ ഡെലിവറിയിലേക്ക് പോവാം. വീഡിയോ ഒന്നില്ലെങ്കിൽ തൃശ്ശൂർ കാണാനിറങ്ങി എന്ന് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ സൊമാറ്റോ ഡെലിവറി എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ഈ വീഡിയോൻ്റെ ടൈറ്റില്. വേറെ ഒന്നും കണ്ടല്ല, നമുക്ക് ആകെ 2 മണിക്കൂറാണ് നമുക്കുള്ളത്. ആ 2 മണിക്കൂറിൽ ഇപ്പോൾ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. ഒറ്റ ഓർഡർ നമുക്ക് അടിച്ചിട്ടില്ല. നമുക്ക് നോക്കി നോക്കാം എന്തായിരിക്കും. ഞാനിപ്പോൾ ഓൺലൈൻ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡെലിവറി കമ്പ്യൂട്ടറിന് എനിക്ക് ഡെലിവറി അസൈൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിലായിട്ടുണ്ട്. പക്ഷേ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. ഞാൻ 2 മണിക്കൂർ എടുത്തിരിക്കണം കേട്ടോ. 4 മണി മുതൽ 5 മണി വരെ, 5 മണി മുതൽ 6 മണി വരെ കേട്ടോ. അങ്ങനെയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കിട്ടുക എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം ഗൈസ്. ആദ്യം തന്നെ വലിയ ഓർഡറാണ് കിട്ടിയിരിക്കണം കേട്ടോ. ആദ്യത്തെ ഓർഡർ വന്നിട്ടുണ്ട്. നമ്മുടെ അക്ഷയെന്നാണ്, ഹോട്ടൽ അക്ഷയെന്നാണ് പിക്കപ്പ് വരുന്നത് കേട്ടോ. എത്ര രൂപ കിട്ടിയെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എൻ്റെ പൊന്നെ 8 കിലോമീറ്റർ ഉണ്ടോ, 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഗൈസ് 8 കിലോമീറ്റർ ഉണ്ട് നമുക്കത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ നടക്കാമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് കേട്ടോ സൈക്കിളിൽ, മീൻസ് കുറേ കാലങ്ങൾക്ക് ശേഷം. ഗൈസ് അങ്ങനെ നമ്മൾ അക്ഷയ ഹോട്ടൽ എത്താറായിട്ടോ. അക്ഷയ ഹോട്ടൽ ഇതാണ് അക്ഷയ ഹോട്ടൽ വരുന്നത്. ഇവിടെയാണ് നമുക്ക് ഓർഡർ എടുക്കാനുള്ളത് കേട്ടോ. സോ പിക്ക് ദ ഓർഡർ ഉണ്ടാവും. സോ നമുക്ക് നേരെ പോയിട്ട് ഓർഡർ പിക്ക് ചെയ്യാം കേട്ടോ. ഒരു ചിക്കൻ നൂഡിൽസ് 2290. അപ്പുറത്താണോ? ഇതിൻ്റെ അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട് അവർ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ചേട്ടാ 2290. ഒന്ന് മാറോ? അല്ലല്ലോ. നമുക്ക് വന്നിരിക്കുന്ന ഓർഡർ ഒരു ചിക്കൻ നൂഡിൽസാണ് കേട്ടോ. ഒരു ചിക്കൻ നൂഡിൽസ് അക്ഷയ ഹൈ റോഡ്. ഇതാണ് നമ്മുടെ നമ്പർ പറയേണ്ടത് കേട്ടോ. ഇവിടെ വന്നിട്ട് ഈ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നൂഡിൽസ് കിട്ടും നമുക്ക്. ഇതാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇത് എവിടെയാണ് ഡെലിവറി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 കിലോമീറ്റർ ഇവിടെ നിന്ന് അപ്പുറത്തേക്കുള്ള ഒരു സ്ഥലത്താണ് ഇത് ചെയ്യണത്. 50 കിലോമീറ്റർ ചുറ്റളവ് ഇതിലാണ്, പെരിമീറ്ററിലാണ്, ചുറ്റളവിലാണ്, നമ്മുടെ സർക്കിളിലാണ് നമ്മുടെ ഓർഡറുകൾ കിട്ടി തുടങ്ങാം കേട്ടോ നമുക്ക്. അപ്പോൾ കസ്റ്റമർ ഡീറ്റെയിൽ അമർത്തട്ടെ, വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് സുഗിയൻ മസാല ദോശ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? സുഗിയൻ മസാല ദോശ അടിപൊളി സാധനമാണല്ലോ കേട്ടോ. നമുക്ക് നോക്കി നോക്കാം ഓർഡർ കിട്ടോ ഇല്ലേ എപ്പോഴാണ് കേട്ടോ. ഗൈസ് ഇപ്പോൾ അതേ റെസ്റ്റോറൻറ്റ് 3 മിനിറ്റ് വെയിറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനെക്കാട്ടും വലിയ പണി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 8 കിലോമീറ്റർ എന്ന് പറഞ്ഞ സ്ഥലം എടുക്കാനാണോ? സോറി, 8 കിലോമീറ്റർ എന്ന് പറഞ്ഞ സ്ഥലം എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നില്ലേ, ഈ സെയിം കിലോമീറ്റർ തിരിച്ച് അങ്ങോട്ട് പോകണം. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. ഇപ്പം ഞാനിവിടെ ഇവിടെയാണ് തൃശ്ശൂർ. മോനെ എൻ്റെ വീട് ആ സൈഡിലാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് 8 കിലോമീറ്റർ പോകണം. ഇങ്ങോട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഒരു എൻജോയ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഇത് വന്ന വഴി തന്നെ തിരിച്ച് പോകണം കേട്ടോ. അങ്ങനെയൊക്കെ കിട്ടും. അതാ പണി വരണേ. 8 കിലോമീറ്ററൊക്കെ ഒരു 15 മിനിറ്റിനുള്ളിൽ ഒക്കെ എത്തിക്കാൻ പറ്റാൻ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും 4 മിനിറ്റായി റെസ്റ്റോറൻറ്റ്. ഇത് പണിയാവും കേട്ടോ. ഓർഡർ ഇന്ന് ഈ ഒരു ഓർഡർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നത്. കാരണം ഇനി നമുക്ക് അവിടെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം, തൃശ്ശൂർക്ക് തന്നെ വരണം. അല്ലെങ്കിൽ പോണ വഴിയിൽ കിട്ടാൻ ചാൻസ് കുറവാണ് കേട്ടോ. ഓർഡർ കിട്ടാൻ വേണ്ടി കുറവാണ്. അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ.
നോക്കി നോക്കാം എന്തായിരിക്കും എന്താ അവസ്ഥ എനിക്കറിയില്ല. ഈ വീഡിയോയുടെ അവസാനം ഇതാണ് സംഭവം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈ ദ വേ റെസ്റ്റോറൻറ്റ് ലേറ്റ് ബൈ 7 minutes കേട്ടോ. 7 മിനിറ്റാണ് റെസ്റ്റോറൻറ്റ് വന്നത്. അപ്പോൾ 15 മിനിറ്റ് തന്നെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് തന്നെ ആയിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ ഇത് തന്നെ പോയിട്ടുണ്ട്. കാൺ ഫൈൻഡ് റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് അബൌട്ട് പിക്ക് ഫോർഗട്ട് ടു മാർക്ക് നോട്ട് ഓർഡർ നോട്ട് റെഡി. അത് കമ്പ്യൂട്ടർ ചോദിക്കൂട്ടെ നമ്മുടെ അടുത്ത് എന്താ പണിക്ക് ഓർഡർ എടുക്കാത്തത്, ഓർഡർ നോട്ട് റെഡി. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓർഡർ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ മതി. കാരണം റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് തരാത്തതാണ്, നമ്മുടെ പ്രശ്നമില്ല. പിക്ക് ദ ഓർഡർ ഉണ്ടാവും. ചേട്ടാ ഒരു ചിക്കൻ നൂഡിൽസ് 22.90. ഇനി നമുക്ക് ചെറുതാട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് സാധനം കൊണ്ടുപോകാൻ എളുപ്പമുണ്ട്. അധികം ലോഡ് വഹിക്കണ്ട കേട്ടോ. ചിക്കൻ നൂഡിൽസ് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ലൊക്കേഷൻ നോക്കിയിട്ട് ഇവിടെ നിന്ന് വിടാം. റോങ് വേ ആണ്, ആരും ഒന്നും പറയരുത് കേട്ടോ. റോങ് സൈഡാണ്. കാരണം തൊട്ടടുത്താട്ടോ വഴി തീരണത്, അതുകൊണ്ടത് പോണത്. ആരും റോങ് സൈഡ് പോയിരിക്കുക ഗൈസ്. ബൈ ദ വേ ഇത് കുരിയച്ചിറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. കുരിയച്ചിറയിൽ ഏറ്റവും പുതിയതായിട്ട് പണി തീർത്തിട്ടുള്ള പള്ളിയാണ്. നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. റീസെൻ്റ്ലി ആയിട്ടുള്ളൂ. ഇവിടുന്ന് ഇനി നേരെ മോനെ KL08. ഇനി ഇവിടുന്ന് നമുക്ക് മരത്താക്കരയ്ക്ക് പോകണം കേട്ടോ. മരത്താക്കര. അയ്യോ ചേട്ടാ ബ്രേക്കൊന്നും പിടിക്കില്ല മുന്നിൽ. ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ആരോഗ്യം മുഴുവൻ ചവിട്ടി കയറ്റണം കേട്ടോ. കമാൺ വായോ. ഓട്ടോഷാർക്ക് മൂടില്ല. ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മളിപ്പോൾ 8 കിലോമീറ്റർ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പകുതി തീർത്തു. 3ാമത്തെ ക്ലൈമ്പാട്ടാ. അയ്യോ ക്ലൈമ്പ് ഭയങ്കര സ്ലോ ആകും കേട്ടോ. നമുക്ക് അവസാനം ചോദിച്ചു നോക്കാം കസ്റ്റമറിൻ്റെ അടുത്ത് ലേറ്റ് ആയോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. സീൻ കാല് ഭയങ്കര പെയിൻ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ഷെയറൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. പറ്റുമെങ്കിൽ മതി. സോ നമ്മൾ ക്രിസ്റ്റഫർ എത്തിട്ടോ. അമ്മ ഇനിയൊരു ചെറിയ ഇറക്കാം. നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് ലോഡ് ചെയ്യാട്ടോ. മരത്താക്കരത്തുണ്ടെങ്കിൽ നൂഡിൽസ് അവിടെ ഉണ്ടായാൽ മതി. നമ്മൾ 3/4 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ യാത്രയുടെ നമ്മളിപ്പോൾ കൊല്ലൂർ സെൻറ്റർ എത്തിയിട്ടോ. കൊല്ലൂർ സെൻറ്ററിൽ നല്ല ബ്ലോക്കാണ്. ഇതാ ഈ ഭാഗം, ഇതാണ് കൊല്ലൂർ സെൻറ്റർ വരണത്. അതാണ് ഈ ബ്ലോക്ക് വരണേ. അപ്പോൾ മരത്താക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടെ നിന്നും നമുക്ക് ലെഫ്റ്റാ തിരിയണം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് പോകുന്ന വഴി കല്ലും മുള്ളുള്ളതാണെങ്കിൽ ഇടയ്ക്ക് ഷോർട്ട് കട്ടൊക്കെ എടുക്കാം കേട്ടോ. ആ ബ്ലോക്കിൽ കൂടെ കടന്ന് പോയിട്ട് ആ വളവ് തിരിയേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ഈ വഴി കട്ട് ചെയ്ത് കയറാം കേട്ടോ. അയ്യോ കമോൺ ലോഡി അങ്ങനെ കയറട്ടെ. കണ്ട ഇപ്പോൾ മനസ്സിലായില്ലേ ഗാന്ധിജി പറഞ്ഞത് ശരിയാന്ന്. മഹാത്മാഗാന്ധി അതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതാണ് കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ. നിങ്ങളാരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ? ഞാൻ കയറിയിട്ടില്ല.
ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ, മേരി ഇമാക്കുലേറ്റ് ചർച്ച്. ഇവിടേക്കാണ് നമുക്ക് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കാട്ടുന്നില്ല കേട്ടോ വീഡിയോ. കസ്റ്റമറുടെ വീടിൻ്റെ ലൊക്കേഷനൊന്നും പറയാൻ പാടില്ല, അതുകൊണ്ട് ക്യാമറ ഞാൻ താത്തി വയ്ക്കും കേട്ടോ. സോ അതാണ് ഈ സംഭവിക്കാൻ പോകുന്നത് അടുത്ത ക്ലിപ്പിൽ. ഓക്കെ, ഫൈനലി എത്തിയിട്ടുണ്ട് നമ്മൾ. നമ്മൾ കസ്റ്റമറുടെ വീട്ടിലെത്തി കേട്ടോ. കസ്റ്റമറുടെ വീട്ടിലെത്തി. ഓക്കെ, നോക്കട്ടെ കേട്ടോ. ഇവിടെയാണ് ബിനു. പേയ്മെൻറ്റ് ഇട്ടതല്ലേ? ഓക്കെ, താങ്ക് യു. ലേറ്റ് ആയോ? ലേറ്റ് ആയിട്ടോ? ഓക്കെ, സോറി കേട്ടോ ഗൈസ്. ലേറ്റായി ഗൈസ്, നമ്മൾ ലേറ്റായി. ഫുഡ് ലേറ്റായി ഗൈസ്. ഫുഡ് ലേറ്റായി, കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ലേറ്റായി സുഹൃത്തുക്കളെ. എൻ്റെ സൊമാറ്റോ ജീവിതത്തിലെ ആദ്യത്തെ ലേറ്റാണിത്. അതോ മറ്റേ എന്തൊന്നും പറയില്ല, അലിവ് തോന്നിയിട്ട് ലേറ്റായില്ല, പെട്ടെന്ന് എത്തിയെന്ന് പറയണതാണെന്ന് അറിയില്ല. ഇപ്പോഴാണ് അവർ കാര്യം പറഞ്ഞത്, കുറച്ച് ലേറ്റായി മോനെ എന്ന് പറഞ്ഞത് കേട്ടോ. ഷെറ്റ്, ആദ്യമായിട്ടാ ലേറ്റാന്ന് പറയണത്. കാശ്മീർ യാത്രയിൽ എൻ്റെ എല്ലായിടത്തും തെറിച്ചു ഗൈസ്, അതാണ് സത്യം ഉണ്ടായത് കേട്ടോ. ഇനി അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. കാരണം നമ്മൾ 9 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 9 കിലോമീറ്റർ ഉണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട്. ലേറ്റ് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം വരുന്നത്, നമുക്ക് അവിടെ റേറ്റിംഗ് തരുന്നത് കുറയും എന്ന് എൻ്റെ അറിവ് വെച്ചിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 6-7 മാസമായി ഇറങ്ങിയിട്ട് സത്യം പറയണെങ്കിൽ ആദ്യമായിട്ടാണ് ലേറ്റ് ആയി എന്ന് കേൾക്കണത്. അപ്പോൾ സംഭവിക്കാൻ പോണത്, ചില കസ്റ്റമർ അവരുടെ വായിലിരിക്കണത് കേൾക്കേണ്ടി വരും. എൻ്റെ ഭാഗ്യം കൊണ്ട് അവർ നല്ലൊരു കസ്റ്റമറായിരുന്നു, ഒന്നും പറഞ്ഞില്ല ലേറ്റ് ആയതുകൊണ്ട്. ഗൈസ്, ഇങ്ങനത്തെ പരിപാടിയാണ് ഏറ്റവും രസകരമായ പരിപാടി കേട്ടോ. ഇപ്പോൾ സൂഫി മന്തിയിലാണ് നിൽക്കുന്നത്. ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, ഒല്ലൂർ സൂഫി മന്തിയിൽ. ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ഓർഡർ കിട്ടിയിട്ട് ഇനി തൃശ്ശൂർക്ക് പോവുള്ളൂ കേട്ടോ ഞാൻ. കാരണം പെട്രോൾ ലാഭിക്കാനായാലും ഇലക്ട്രിക്കിൻ്റെ ബൈക്കിൽ ചാർജ് ലാഭിക്കാനാണെങ്കിലും എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. കാരണം ഈ ഭാഗത്തൊന്നും അങ്ങനെ ഓർഡർ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, നമ്മൾ ഇവിടെ വന്നിരിക്കും, സൂഫി മന്തിയിലൂടെ ഇരിക്കും കേട്ടോ. ഹായ് ചേട്ടാ, പുതിയ ചേട്ടനാണോ? ആ, മുന്നത്തെ ചേട്ടനായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ പേരെന്താ? ഏതാ? ബാബു. എത്ര ആളായി? 6 മാസമായി. ആ, ഇപ്പോൾ തിരക്കില്ലാത്ത സമയമാണോ അല്ലേ ഇവിടെ? അപ്പോൾ സൂഫി മന്തിയിൽ ഇരിക്കുകയാണ് ബാബു ചേട്ടൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓർഡർ ഇവിടെ നമ്മൾ ഓൺലൈനാക്കി ഇടാം. ഓൺലൈനാക്കി ഇട്ടതിന് ശേഷം നമ്മൾ ഓർഡർ കിട്ടിയിട്ട് ഇനി തൃശ്ശൂർ സൈഡിലേക്ക് പോവുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഇനി വെറുതെ തൃശ്ശൂർക്ക് ഓർഡർ പിടിക്കാൻ വേണ്ടി തൃശ്ശൂർ പോവുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ നഷ്ടം എല്ലാം നഷ്ടമാണ്. അതുപോലെ ഏതാ? എൻ്റെ കൂടെ ഒല്ലൂർ. ഞാൻ സൊമാറ്റോ ഇടാൻ വന്നതാണ്. അപ്പോൾ പിന്നൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് റെസ്റ്റോറൻ്റാണ് ലേറ്റ് ആക്കിയത് കേട്ടോ. ബൈ ദ വേ, റെസ്റ്റോറൻറ്റിലായിരുന്നു 15 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ 8 കിലോമീറ്റർ സൈക്കിളുമേ. വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സൈക്കിളുമേ? എന്നെ മാത്രമല്ല കണ്ടിട്ടുള്ളൂ. എനിക്ക് കുറച്ച് മെൻ്റലുണ്ട്, അസുഖമുള്ള കുട്ടിയാണ്. എല്ലാവരും അങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ 15 മിനിറ്റാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ ലേറ്റായിട്ട് ചെയ്തത് കേട്ടോ. വെറുതെ പറഞ്ഞാട്ടോ, എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല, അസുഖമില്ലാത്ത കുട്ടിയാണ്. ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞതാ, നോർമലി ആരും അങ്ങനെ ചെയ്യില്ലല്ലോ സൈക്കിളിൽ. അപ്പോൾ ഏതാ തകിട്? ഈ തകിടോ? ഇവിടെ വരണ തകിട്, ആ തകിട് ഈ സൈക്കിളിന് തകിട് ഉണ്ടാവില്ല, അങ്ങനത്തെ സൈക്കിളാ. ആ, തകിടില്ലാത്ത വണ്ടിയാ. ചെളി തെറിക്കും മഴയത്ത്, തകിട് ഇങ്ങനത്തെ വണ്ടികൾക്ക് തകിട് വെക്കില്ല, തകിട് വെക്കാത്ത വണ്ടിയാ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിത് ഓഫ് റോഡിനൊക്കെ കൊണ്ടുപോണ വണ്ടിയാ, സൈക്കിളാ. എത്ര രൂപ വരും ഈ സൈക്കിളിന്?
കണ്ടു കഴിഞ്ഞാൽ എത്ര രൂപ പറയും? എത്ര? 20,000? 70,000 രൂപ. ആ 70,000 രൂപ വരും. 70,000 രൂപ വണ്ടിക്ക് തകിട് വരില്ല. ഏതാ? ചവിട്ടാൻ ഗിയറൊക്കെ ഉണ്ട്. ഗിയറുള്ള വണ്ടിയാ. നമ്മൾ തന്നെ ചവിട്ടണം, പക്ഷെ ഗിയറുണ്ട് അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കണത് ഇവിടെ ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ തീൻ്റെ ഗോളം കണ്ട, തീ ഗോളം ഉള്ളിടത്താണ് നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടുക കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് റെസ്റ്റോറൻ്റ് ആയിരുന്നു നമുക്ക് ലേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വീഡിയോ എടുത്ത സമയവും ഡെലിവറി കൊടുത്ത സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ വെച്ച് നോക്കിയപ്പോൾ 20 മിനിറ്റിൻ്റെ ഡിഫറൻസ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. 20 മിനിറ്റാണ് ലേറ്റ് ആയത്, പ്ലസ് ഒരു 15 മിനിറ്റ് ഇത്. അപ്പോൾ ശരിയായില്ലോ അല്ലേ? 20, 30, 35, 43 മിനിറ്റ്. അവിടെ 15 മിനിറ്റിനാണ് കൂടുതൽ പോയിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ലേറ്റ് ആക്കിയ സമയവും നമ്മുടെ ട്രാവലിംഗ് സമയവും അപ്പോൾ 43 മിനിറ്റാണ് ഈ ഓർഡർ കൊടുക്കാൻ വേണ്ടി ഉണ്ടായത് കേട്ടോ. അതാണ് അതിൻ്റെ ആക്ച്വൽ സത്യം വരണത്. അല്ലാതെ 40 മിനിറ്റ് അല്ല, 43 മിനിറ്റ് അല്ല നമുക്ക് സൈക്കിൾ ഓടിക്കാൻ വേണ്ടത് കേട്ടോ, 8 കിലോമീറ്റർ. അപ്പോൾ ആ ഒരു സത്യം കൂടി നിങ്ങൾക്ക് തന്നു എന്ന് മാത്രം. ചേട്ടാ ഭക്ഷണം കഴിച്ചാ? പേരെന്താ? ഏതാ? രവീന്ദ്രൻ. ഓക്കെ, അപ്പോൾ കാണാം. ബൈ. നമ്മൾ വിചാരിച്ച സംഭവം നടന്നില്ല കേട്ടോ. 2 മണിക്കൂറായി. ഞാൻ സൂഫിന്ന് മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മന്തി വാങ്ങിയിട്ട് ഞാൻ അവിടെ കൊടുത്ത്, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാട്ടോ, അല്ലാതെ വേറെ ആരുടെയും ഓർഡർ അല്ല അത്. ഞാൻ സൈക്കിൾ ഇവിടെ വെച്ചിരിക്കണേ. ലെറ്റ്സ് ഗോ ഗൈസ്. സൊമാറ്റോ കഴിഞ്ഞ് തന്നെ വയ്ക്കും. ഞാൻ ചെറുതായിട്ട് മുടി വെട്ടാൻ കയറി. എന്തായാലും ഇവിടം വരെ ചവിട്ടി വന്നതോ. ഈ കടയിലേക്ക് പിന്നെ വരലുണ്ടാവില്ല ചേട്ടാ. സോ മുടി വെട്ടലും കഴിഞ്ഞു. അങ്ങനെ ഫൈനലി സൈക്കിളും സാധനങ്ങളും ഒക്കെ വെച്ച് നമ്മൾ വീട്ടിലെത്തി സുഹൃത്തുക്കളെ. വീട്ടിലെത്തി. ഇന്ന് ആക്ച്വലി ഞാൻ ഈ പ്രത്യേകിച്ച് ഇതുകളും പറയാനൊന്നുമില്ല. ആകെ കൂടി നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള സൊമാറ്റോ ഡെലിവറി എന്ന് പറയാനുള്ളത് നമ്മുടെ 79 രൂപയുടെ സൊമാറ്റോ ഡെലിവറി ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ചുമ്മാ ഒന്ന് തൃശ്ശൂർ പോയി കറങ്ങി തൃശ്ശൂർ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോകുന്നു കേട്ടോ. അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം 2 മണിക്കൂറായിരുന്നു. പക്ഷേ റെസ്റ്റോറൻറ്റ് ഇത്രയും 8 കിലോമീറ്ററും 10 കിലോമീറ്ററൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണിയായിരിക്കും കേട്ടോ സാധനം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ണിലേക്ക് മുടി പോയിരുന്നുണ്ട്. സോ എന്തായാലും സ്റ്റേ ട്യൂൺ. സൊമാറ്റോ വ്ളോഗ് ഇന്നലെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ചെറിയൊരു സൊമാറ്റോ വ്ളോഗ് ചെയ്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. കിടിലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.